ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയ ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ ഗ്യാസ് ഒന്ന് പണി തന്ന ദിവസമാണ് കേട്ടോ. അതായത് ഇന്ന് മാത്രമല്ല, ഇത് പുതിയ സിലിണ്ടർ മാറ്റിയ ശേഷം ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റെഗുലേറ്റർ അഴിച്ചിട്ട് ഒന്ന് വെക്കുമ്പോൾ മാറും, പിന്നെ പിറ്റേ ദിവസം തുറക്കുമ്പോൾ പിന്നെയും ആദ്യം ഉണ്ടാവും ലീക്ക്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ. ഇത് അടുപ്പിൻ്റെ ഉള്ളിലത്തെ അതാണ് വടിയെന്ന് ഞാൻ പറയാം കേട്ടോ, എനിക്കതേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ മുക്കിൽ ചാരി വെച്ചിറക്കാണ്. റെഗുലേറ്റർ ഒന്ന് മാറ്റണം. എവിടെ നിന്നാണ് മാറ്റുക, എങ്ങനെ മാറ്റുക ഒന്നും അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മുപ്പർക്ക് പണിയുള്ള ദിവസം കൊണ്ട് ഞാൻ തന്നെ ഇറങ്ങണം. അപ്പോൾ നമ്മളെന്താ അടുപ്പ് കത്തിക്കുക, എത്രയോ ആയി അടുപ്പൊന്ന് കത്തിച്ചിട്ടിട്ട. ഉള്ളിൽ നമുക്ക് കത്തിക്കാൻ പറ്റില്ല, സീലിംഗ് ഇട്ടതാണ്. പിന്നെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഷീറ്റാകും കൊണ്ട് പെട്ടെന്ന് ചോർച്ചയൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും നല്ല മഴയൊക്കെ പെയ്താൽ നല്ല ചോർച്ച ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിൽ കത്തിക്കാത്തത്. അപ്പോൾ നമ്മൾ മീൻ വറക്കുന്നുണ്ട്. പിന്നെ അതാ പപ്പടം ഉണ്ട്. ബീറ്റ്റൂട്ടും കൊണ്ട് ഒരു അച്ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ. സുർക്ക ഒഴിച്ചിട്ട് ബീറ്റ്റൂട്ട് ആദ്യം ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ചിട്ട് പിന്നെ വറുത്തിടുകയാണ് കേട്ടോ. വറവിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് വേറെ പാത്രത്തേക്ക് ഒഴിച്ച് അതിലേക്ക് സുർക്ക ഒഴിച്ച് ശരിയാക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ഇന്നുള്ളത്. പിന്നെ അപ്പോൾ വീതന കേട്ടോ, ഞങ്ങളുടെ വീതനയാണ്. ഈ അടുപ്പ് അധികം കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് ആലുവ അടുപ്പാണ് കേട്ടോ. കത്തിക്കാൻ നല്ല സുഖമാണ്. ഇത് എത്രയോ ആയി കത്തിച്ചിട്ട്, എന്നാലും ഞാനിന്ന് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കത്തിച്ചപ്പോഴും അത് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഷീറ്റ് കാരണമാണ് ഉള്ളിൽ കത്തിക്കാത്തത്. ഞാൻ പുറത്താണ് അധികം കത്തിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ അത് കുറച്ചായി നിർത്തിയിട്ട് ഇനി പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേ കത്തിക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ്. എപ്പോൾ ഇങ്ങനെ കുടുങ്ങിയാലും കത്തിക്കാൻ പാകത്തിന് ഞാൻ വിറകൊക്കെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോൾ ഇതുണ്ട് തടസ്സം ഉണ്ടായാലും ഞാൻ കുടുങ്ങൊന്നുമില്ല. അപ്പോൾ അതാ നല്ല ചൂടുമാണ് കേട്ടോ. അത് നമ്മൾ തീ കെടുത്തി വെച്ചാലും പിന്നെ ആ ചൂട് ഇങ്ങനെ നല്ല തങ്ങി നിൽക്കും കേട്ടോ. അതിൽ നമ്മളൊരു ചെമ്പ് വെള്ളമൊക്കെ വെച്ചാൽ തിളച്ച് കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. അത്രയും ഇതാണ് കേട്ടോ അടുപ്പ്. ഇപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ അടുപ്പ് അല്ലേ. അപ്പോൾ അതാ ഇത് ഞാൻ മാറ്റി കൊടുന്നു കേട്ടോ പോയിട്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുക്കുമായിട്ട് പോയപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ മാറ്റി തന്നു. ഇതിന് പൈസയൊന്നും ചിലവുണ്ടായില്ല. ഇത് ഞാൻ ഒരു കടയിൽ മർഹബ എന്നൊരു കട ഉണ്ട് കേട്ടോ അങ്ങാടിപ്പുറത്ത്. അതിൽ നിന്നാണ് ഈ ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ഞാൻ ഇടിയിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.